എനിക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പുണ്ടായിട്ടില്ല. പക്ഷേ രാജ്ഭവനിൽ നിന്നും ഫോൺ നമ്പറൊക്കെ വെരിഫൈ ചെയ്യേണ്ടൊരു കോൾ ഉണ്ടായി. ഗവർണർക്ക് പിന്നീട് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. പാർട്ടിയിൽ നിന്നും പിന്നെ അനൗദ്യോഗികമായ ചില കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായെങ്കിലും അന്തിമമായ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. സന്തോഷകരമാണ്. പ്രത്യേകിച്ച് ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ കണ്ടുവരുന്ന നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്നാണ്, ഹരിപ്പാട് നിന്നാണ് മുൻകാലങ്ങളിലും 1982 ജയിച്ചപ്പോഴും ഗ്രാമവികസന മന്ത്രിയായിട്ടാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് സന്തോഷകരമാണ്. പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകരായിരുന്ന വിദ്യാർത്ഥി യുവജന കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച നിരവധി ആളുകളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സന്തോഷകരമായ കാര്യമാണ്. ജനപ്രതിനിധിയായത് വളരെയധികം ഒരു സന്തോഷം നൽകിയ ഒരു മുഹൂർത്തമാണ്. എനിക്ക് 3 തവണ മുമ്പ് അവസരം ലഭിച്ചെങ്കിലും അന്ന് വിജയിക്കാൻ സാധിച്ചിരുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി കായംകുളത്ത് മത്സരിക്കാൻ അവസരം ലഭിച്ചപ്പോൾ കായംകുളം ജനതയുടെ വലിയൊരു അംഗീകാരമുണ്ടായി. ജനപ്രതിനിധി ആയത് തന്നെ, ഇപ്പോൾ കേരള നിയമസഭാംഗമായത് തന്നെ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. അപ്പോൾ അതോടൊപ്പം മന്ത്രിസഭയിൽ കൂടി അവസരം ലഭിച്ചാൽ അത് കേരള സമുദായം, ഭാവി കേരളത്തെ ഒരു സൃഷ്ടിക്കാനുള്ള UDFൻ്റെ ഒരു യാത്രയിൽ, ആ യാത്രയിൽ പങ്കാളിയാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷവും അഭിമാനവും പകരുന്ന ഒന്നാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന രീതിയിലാണ് പൊതുവെ ഒരു വിലയിരുത്തൽ പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രധാനമായിട്ട് ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാനുള്ള ഒരു കാര്യങ്ങളാണ് പ്രത്യേകമായിട്ടുള്ള ജനങ്ങൾക്ക് മുമ്പാകെ വെക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നമുക്ക് ഒരു രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജനപ്രതിനിധി എന്ന നിലയിലും അതോടൊപ്പം തന്നെ ഒരു മന്ത്രിസഭാംഗമാകാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ തരത്തിലും. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തം കായംകുളം നിയമസഭാ മണ്ഡലത്തോട് പരിപൂർണമായും നിറവേറ്റണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. കായംകുളത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ, ഒരു ഭാവിയിൽ ഒരു നിയോജകമണ്ഡലത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ആവാൻ അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും അതും നേരത്തെ പറഞ്ഞതുപോലെ ഇത്തവണത്തെ മന്ത്രിസഭ കേരളം പോലെ അങ്ങേയറ്റം പൊട്ടൻഷ്യലുള്ള ഒരു സംസ്ഥാനത്തെ അടുത്ത 50 വർഷക്കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു അടിത്തറ പാകേണ്ട മന്ത്രിസഭയാണ്. അല്ലെങ്കിൽ മുൻപ് തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു മന്ത്രിസഭയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലഭിക്കുന്ന വകുപ്പിനോട് പരിപൂർണമായി നീതി പുലർത്തി പുതുമയാർന്ന, അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുന്ന തരത്തിൽ, ചെറുപ്പക്കാരുടെയും മറ്റ് എല്ലാ ജനവിഭാഗങ്ങളുടെയും ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള നയരൂപീകരണം നടത്തണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഒന്ന് ഏതാണ് വകുപ്പെന്ന് എനിക്കറിയില്ല. ഏതാണ് വകുപ്പെന്ന് അറിയുന്നതിന് മുമ്പ് അത്തരമൊരു പരാമർശം നടത്തുന്നത് ശരിയല്ല. പക്ഷേ ഏത് വകുപ്പ് ലഭിച്ചാലും ഏറ്റവും സത്യസന്ധമായി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. അഴിമതിരഹിതമായി സത്യസന്ധമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അതോടൊപ്പം തന്നെ മുൻപ് ഭരിച്ച ഭരണകൂടങ്ങളുടെ മികച്ച മാതൃകകളെ തുടരുന്ന, അല്ല നമ്മളൊന്നൊരു ക്ലീൻ സെറ്റിലല്ലല്ലോ തുടങ്ങുന്നത്, ഇപ്പോൾ ഇതൊരു തുടർച്ചയാണ്. മുമ്പ് ഭരിച്ച ഭരണകൂടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള നല്ല മാതൃകകൾ തുടരാനും അതോടൊപ്പം തന്നെ അതിൽ മാറ്റേണ്ടതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് ഏത് വകുപ്പ് ലഭിച്ചാലും നമുക്കതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. തീർച്ചയായിട്ടും അത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആലപ്പുഴ ഒരു പിന്നോക്ക ജില്ലയാണ്. ആലപ്പുഴ എത്ര പറഞ്ഞാലും ഇങ്ങനെ പിന്നോക്കാടി കിടക്കുന്നത്. അപ്പോൾ ആലപ്പുഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക മാസ്റ്റർ പ്ലാൻ എന്തെങ്കിലും പൊതുവായിട്ട് ജില്ലയ്ക്ക് വേണ്ടിയുള്ള അത് കൂട്ടായി തന്നെ ഇപ്പം നമുക്കറിയാം, വർഷങ്ങളായി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന നിരവധി വിഷയങ്ങൾ ആലപ്പുഴയ്ക്കുണ്ട്. ആലപ്പുഴയുടെ പൊതുവികസനത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തീരദേശമുള്ളൊരു ജില്ലയാണ് ആലപ്പുഴ. നമുക്ക് ആ മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. പരമ്പരാഗത വ്യവസായങ്ങൾ വഴി ഏറ്റവും കൂടുതൽ മനുഷ്യർ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖലയാണ്, കാർഷിക മേഖലയാണ്. അതോടൊപ്പം തന്നെ ടൂറിസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മേഖലയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇവിടുത്തെ 9 നിയോജകമണ്ഡലങ്ങളുടെയും ജനപ്രതിനിധികളുടെ കൂട്ടായ യോജിപ്പിലൂടെയും ഭാവി കേരളത്തെ സംബന്ധിക്കുന്ന വിദഗ്ധരുടെയും ആലപ്പുഴ ജനതയുടെയും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മാധ്യമങ്ങളുടെ അഭിപ്രായവും തീർച്ചയായിട്ടും അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്.
അപ്പോൾ വളരെ ആസൂത്രിതമായി ആലപ്പുഴ കാര്യത്തിൽ മുൻപുണ്ടായിരുന്ന വികസനത്തെ അതിൻ്റെ തുടർച്ച ശക്തമായി ഉറപ്പുവരുത്താനും കൂടുതൽ ഇന്നൊവേറ്റീവായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്.